അടുത്ത 15 ദിവസങ്ങളിൽ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഗ്രഹങ്ങൾ തന്നെ പറയുന്ന കാര്യമാണ്. 150 വർഷങ്ങൾക്ക് ശേഷം ഇടവം രാശിക്കാർക്ക് വരുന്ന ഇത്തരമൊരു അദ്ഭുത യോഗം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇത് 100% നടക്കാൻ പോകുന്ന ഒരു സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വേദന ഉണ്ടായിരുന്നാലും, എത്ര വലിയ കഷ്ടത നേരിട്ടിരുന്നാലും ഈ കാലഘട്ടത്തിൽ എല്ലാം മാറാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ പോകുന്നു. നിങ്ങളുടെ വേദന മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നുവരാൻ പോകുന്നു. ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 4 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. 4 വലിയ അനുഗ്രഹങ്ങൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നു. അതിൽ രണ്ടാമത്തേത് കേട്ടാൽ നിങ്ങൾക്ക് നമ്പൂതിരിപ്പാട് ഉണ്ടാകും. അത്രത്തോളം ശക്തമായ ഒരു യോഗമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ആകാശത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന രീതി നോക്കൂ. ഗുരുഭഗവാൻ ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്നു. ശനിഭഗവാൻ നിങ്ങളുടെ രാശിയെ നോക്കി കാണുന്നു. രാഹുകേതുക്കൾ ഒരു പ്രത്യേക കോണിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ 3 ഗ്രഹ സംയോഗം കൂടിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒരു അദ്ഭുതമാണ് സംഭവിക്കുന്നത്. ഇടവം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ഒഴുകിവരുന്നു. സമാധാനം നിറയുന്നു. സന്തോഷം പൊട്ടിപ്പുറപ്പെടുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പോയി പുതിയ സന്തോഷം വരുന്നു. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? സൂര്യഭഗവാൻ പതിയെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ നിങ്ങളുടെ രാശിയോട് സൗഹൃദം കാണിക്കുന്നു. ശുക്രൻ പ്രണയത്തിന്റെ വരം നൽകാൻ ഒരുങ്ങുന്നു. ബുധൻ ബുദ്ധിയുടെ പ്രകാശം പകരുന്നു. ചൊവ്വ ശക്തി നൽകുന്നു. എല്ലാ ഗ്രഹങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇടവം രാശിക്കാർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഇനി പറയാം ആദ്യത്തെ അനുഗ്രഹത്തെക്കുറിച്ച്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾ എത്ര നാളായി കാത്തിരിക്കുന്നു ഒരു നല്ല അവസരത്തിനായി? എത്ര നാളായി സ്വപ്നം കാണുന്നു ഒരു നല്ല ജോലി കിട്ടണം എന്ന്? എത്ര നാളായി പ്രാർത്ഥിക്കുന്നു വലിയ സ്ഥാനത്ത് എത്തണം എന്ന്? ഇപ്പോൾ അത് സാധ്യമാകാൻ പോകുന്നു. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഓഫർ വരും. ആ ഓഫർ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ വർഷങ്ങളായി സ്വപ്നം കണ്ട ആ സ്ഥാനത്ത് എത്തിച്ചേരും. ഏതോ വലിയ ആൾ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ കഴിവ് അംഗീകരിക്കും. നിങ്ങൾക്ക് വലിയ പ്രമോഷൻ കിട്ടും. ശമ്പളം കൂടും. അധികാരം വർദ്ധിക്കും. മാനം വളരും. പേർ പ്രശസ്തി ഉയരും. നിങ്ങളെ കളിയാക്കിയവർ അസൂയപ്പെടും. നിങ്ങളെ നിസ്സാരവൽക്കരിച്ചവർ വായ പൊത്തി നിൽക്കും. ഇതാണ് ഗുരുസഞ്ചാരത്തിന്റെ അനുഗ്രഹം. നിങ്ങൾ സ്വന്തം ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള സമയം ഇപ്പോൾ വന്നിരിക്കുന്നു. എന്തോ വലിയ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. ആ ഐഡിയ പ്രാവർത്തികമാക്കാൻ പണം വരും. ആളുകളുടെ സഹായം കിട്ടും. പങ്കാളികൾ വരും. നിങ്ങളുടെ ബിസിനസ് വളരും. ലാഭം ഉണ്ടാകും. പണം കയ്യിൽ കയറും. വീട്ടിൽ സമൃദ്ധി നിറയും. കടങ്ങൾ അടയും. കടം കൊടുത്തവർ വന്നു കുനിഞ്ഞു നിൽക്കും. നിങ്ങൾ കടം വാങ്ങിയവരാണെങ്കിൽ പണം കിട്ടി അത് അടക്കാൻ കഴിയും. സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കും. ഇത് ആദ്യത്തെ അനുഗ്രഹം. ഇനി രണ്ടാമത്തെ അനുഗ്രഹം കേൾക്കൂ. ഇത് കേട്ടാൽ നിങ്ങൾക്ക് കണ്ണീർ വരും. അത്രയും സന്തോഷകരമായ ഒരു കാര്യമാണ് ഇത്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അദ്ഭുതം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ പറയാൻ മടിക്കുന്നുണ്ടോ? ഇനി മടിക്കേണ്ട. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രണയം വിജയിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കും. നിങ്ങളുടെ കൈപിടിച്ചു നടക്കും. നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം സാധിക്കും. ഇത് ശുക്രന്റെ അനുഗ്രഹം കൊണ്ടാണ് സംഭവിക്കുന്നത്. ശുക്രഭഗവാൻ ഇപ്പോൾ ഇടവം രാശിക്കാർക്ക് പ്രണയത്തിന്റെ വരം നൽകുന്നു. നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടുകാർ വിവാഹം നടത്താൻ നോക്കുന്നുണ്ടോ? എന്നാൽ ഇതുവരെ നല്ല പെൺകാഴ്ച കിട്ടിയില്ലേ? നല്ല വരൻ കാഴ്ച കിട്ടിയില്ലേ? വിഷമിക്കേണ്ട. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ മികച്ച വിവാഹ യോഗം വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ കാണും. കുടുംബം സമ്മതിക്കും. എല്ലാവർക്കും സന്തോഷമുണ്ടാകും. വിവാഹ കല്യാണം നടക്കും. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. വിവാഹത്തിനു ശേഷം നിങ്ങളുടെ ജീവിതം സന്തോഷത്താൽ നിറയും. ദാമ്പത്യം മധുരമാകും. ഇണ ഉത്തമനാകും. കുടുംബജീവിതം സുഖകരമാകും. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇണയുമായി തർക്കം ഉണ്ടാകുന്നുണ്ടോ? തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ടോ? അതെല്ലാം പോകാൻ പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ദാമ്പത്യം സുന്ദരമാകും. ഇണയോടുള്ള സ്നേഹം വർദ്ധിക്കും. പരസ്പര ധാരണ ശക്തമാകും. വീട്ടിൽ സന്തോഷം തിരിച്ചുവരും. കുട്ടികൾ സന്തോഷവാന്മാരാകും. മാതാപിതാക്കൾ ആരോഗ്യത്തോടിരിക്കും. സഹോദരങ്ങളുമായി ബന്ധം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറയും. ഇതാണ് രണ്ടാമത്തെ അനുഗ്രഹം. ഏറ്റവും ശക്തമായ അനുഗ്രഹം. ഇത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമാക്കും. മൂന്നാമത്തെ അനുഗ്രഹം സാമ്പത്തിക സമൃദ്ധിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടോ? വീട് വാങ്ങണോ? വണ്ടി വാങ്ങണോ? ജൂവലറി വാങ്ങണോ? സ്വത്ത് വാങ്ങണോ? അതിനുള്ള സമയം ഇപ്പോൾ വന്നു. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത പണം കിട്ടും. എവിടെ നിന്നോ പണം വരും. പഴയ നിക്ഷേപം ലാഭം നൽകും.
ചീട്ട് അടഞ്ഞ് പണം കിട്ടും. വായ്പ അംഗീകരിക്കപ്പെടും. സ്വത്ത് വിറ്റ് പണം ലഭിക്കും. പഴയ കടം തിരിച്ചു കിട്ടും. ബാങ്കിൽ പണം നിക്ഷേപമാകും. സ്വർണം വാങ്ങാൻ കഴിയും. വീടിന്റെ പണി തീരും. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. ഏതോ വലിയ വ്യക്തി നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകും. ബന്ധു നിങ്ങളെ സഹായിക്കും. സുഹൃത്ത് കൈ നീട്ടും. കുടുംബം നിങ്ങളോടൊപ്പം നിൽക്കും. പണത്തിന്റെ കുറവ് അനുഭവിക്കേണ്ടി വരില്ല. നിങ്ങളുടെ വാലറ്റ് നിറയും. ബാങ്ക് ബാലൻസ് ഉയരും. നിങ്ങളുടെ കുടുംബത്തിന് സമൃദ്ധി വരും. വീട്ടിൽ അന്നം നിറയും. വസ്ത്രം നിറയും. സുഖം നിറയും. സന്തോഷം നിറയും. ഇത് ഗുരുവിന്റെയും ശനിയുടെയും കൂട്ടായ അനുഗ്രഹമാണ്. നാലാമത്തെ അനുഗ്രഹം ആരോഗ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ എന്തെങ്കിലും രോഗത്താൽ കഷ്ടപ്പെടുന്നുണ്ടോ? വേദന അനുഭവിക്കുന്നുണ്ടോ? ശരീരം തളർന്നിരിക്കുന്നുണ്ടോ? ഇനി വിഷമിക്കേണ്ട. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. പഴയ രോഗങ്ങൾ മാറും. വേദനകൾ കുറയും. ശരീരത്തിൽ ശക്തി തിരിച്ചുവരും. മനസ്സിന് സന്തോഷം വരും. നിങ്ങൾക്ക് നല്ല ഡോക്ടറെ കാണാൻ കഴിയും. നല്ല മരുന്ന് കിട്ടും. ചികിത്സ ഫലപ്രദമാകും. നിങ്ങളുടെ സുഖം തിരിച്ചുവരും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ അഡ്മിഷൻ കിട്ടും. സ്കോളർഷിപ്പ് ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ അവസരം വരും. നല്ല കോളേജ് കിട്ടും. നല്ല അധ്യാപകരെ കാണും. പഠനത്തിൽ ഉന്നതി കൈവരിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷിക്കും. നിങ്ങളുടെ പേര് പ്രശസ്തമാകും. മത്സരപരീക്ഷ വിജയിക്കും. സർക്കാർ ജോലി കിട്ടും. സ്വപ്നം സാധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വിസ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. പാസ്പോർട്ട് അംഗീകരിക്കപ്പെടും. വിദേശ ജോലി കിട്ടും. നല്ല സാലറി കിട്ടും. നല്ല രാജ്യത്ത് പോകാം. നിങ്ങളുടെ ജീവിതം മാറും. കുടുംബത്തിന് അഭിമാനം വരും. സുഹൃത്തുക്കൾ അസൂയപ്പെടും. എതിരാളികൾ വായടയ്ക്കും. നിങ്ങളുടെ വിജയം എല്ലാവരും കാണും. ഇനി പറയാം അടുത്ത 30 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന 3 വലിയ സംഭവങ്ങളെക്കുറിച്ച്. ഈ 3 സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തലകീഴായി മാറ്റും. നിങ്ങൾ സ്വപ്നങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇത്. ആദ്യത്തെ സംഭവം അടുത്ത 10 ദിവസത്തിനുള്ളിൽ നടക്കും. ഏതോ ഒരു വലിയ ആൾ നിങ്ങളെ കാണാൻ വരും. ആ കണ്ടുമുട്ടൽ നിങ്ങളുടെ ജീവിതം മാറ്റും. ആ വ്യക്തി നിങ്ങൾക്ക് വലിയ അവസരം നൽകും. അത് നിരസിക്കരുത്. സ്വീകരിക്കുക. അത് നിങ്ങളുടെ ഭാഗ്യം വളർത്തും. നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. അത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്. രണ്ടാമത്തെ സംഭവം അടുത്ത 15 ദിവസത്തിനുള്ളിൽ നടക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു ശുഭവാർത്ത കേൾക്കും. അത് കല്യാണവുമായി ബന്ധപ്പെട്ടതാകാം. കുട്ടിയുമായി ബന്ധപ്പെട്ടതാകാം. സ്വത്തുമായി ബന്ധപ്പെട്ടതാകാം. പണവുമായി ബന്ധപ്പെട്ടതാകാം. എന്തായാലും അത് നല്ല വാർത്തയാണ്. സന്തോഷകരമായ വാർത്തയാണ്. നിങ്ങളുടെ വീട്ടിൽ ആഘോഷം ഉണ്ടാകും. ആർത്തി നടക്കും. ദീപം കൊളുത്തും. പൂജ നടക്കും. വീട് പുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെടും. എല്ലാവരും സന്തോഷിക്കും. ബന്ധുക്കൾ വന്നുചേരും. സുഹൃത്തുക്കൾ അഭിനന്ദിക്കും. മൂന്നാമത്തെ സംഭവം അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. നിങ്ങൾ പണ്ടേ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധിക്കും. നിങ്ങൾ എത്ര നാളായി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം നടക്കും. നിങ്ങൾ എത്ര കാലമായി കാത്തിരുന്ന ഒരു നിമിഷം വരും. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ആഗ്രഹം സാധിക്കും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. നിങ്ങളുടെ കണ്ണീർ കണ്ടു. നിങ്ങളുടെ വേദന അനുഭവിച്ചു. ഇനി നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കും. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കും. ഇതെല്ലാം സാധിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും രാവിലെ ചെന്ന് സൂര്യനെ കണ്ട് പ്രാർത്ഥിക്കണം. സൂര്യനാരായണനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയണം. ശനിയാഴ്ച ദിവസം ഹനുമാൻജിയെ പ്രാർത്ഥിക്കണം. ഗണപതിയെ ഓർക്കണം. ഗുരുവായൂരപ്പനെ ഓർക്കണം. മഹാലക്ഷ്മിയെ ഓർക്കണം. എല്ലാ ദൈവങ്ങളോടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദാനം ചെയ്യണം. ദരിദ്രർക്ക് സഹായിക്കണം. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം. പട്ടിണി കിടക്കുന്നവർക്ക് അന്നം കൊടുക്കണം. വഴിയരികിൽ കിടക്കുന്നവർക്ക് വെള്ളം നൽകണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കണം. എല്ലാ ദിവസവും ധ്യാനം ചെയ്യണം. യോഗ പരിശീലിക്കണം. പ്രാണായാമം ചെയ്യണം. മനസ്സിനെ ശാന്തമാക്കണം. ദേഷ്യം ഒഴിവാക്കണം. അസൂയ വിടണം. വെറുപ്പ് കളയണം. എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരോടും ദയാലുവായിരിക്കണം. നല്ല വാക്കുകൾ പറയണം. ചീത്ത വിളിക്കരുത്. ഗോസിപ്പ് പറയരുത്. കള്ളം പറയരുത്. കപടം കാണിക്കരുത്. സത്യസന്ധമായി ജീവിക്കണം. ധർമ്മത്തിൽ നടക്കണം. നിങ്ങളുടെ വീട്ടിൽ ദീപം കൊളുത്തണം. അഗർബത്തി കത്തിക്കണം. ദിവസവും പൂജ ചെയ്യണം. ഭഗവത്ഗീത വായിക്കണം. രാമായണം ചൊല്ലണം. പ്രഭാതത്തിൽ ലക്ഷ്മി സ്തോത്രം പാടണം. വൈകുന്നേരം ദേവീ സ്തോത്രം ചൊല്ലണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നന്ദി പറയണം. എല്ലാം നന്നായിരിക്കുന്നതിന് നന്ദി പറയണം. ജീവൻ ഉണ്ടായിരിക്കുന്നതിന് നന്ദി പറയണം. ആരോഗ്യം ഉണ്ടായിരിക്കുന്നതിന് നന്ദി പറയണം. കുടുംബം ഉണ്ടായിരിക്കുന്നതിന് നന്ദി പറയണം. എല്ലാറ്റിനും നന്ദിയുള്ള മനസ്സ് വേണം. നിങ്ങൾ ഇതെല്ലാം ചെയ്താൽ ഗ്രഹങ്ങൾ നിങ്ങളോട് പ്രീതിപ്പെടും. നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വരും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും.
എല്ലാ തടസ്സങ്ങളും നീങ്ങും. എല്ലാ വാതിലുകളും തുറക്കും. എല്ലാ വഴികളും വെളിച്ചം നിറയും. നിങ്ങളുടെ മുന്നിൽ വിജയം കാത്തുനിൽക്കുന്നു. നിങ്ങളുടെ കാലുകൾക്കടിയിൽ വിജയം കിടക്കുന്നു. എടുക്കുക, സ്വീകരിക്കുക, നിങ്ങളുടേതാക്കുക. ഇതാണ് നിങ്ങളുടെ സമയം. ഇതാണ് നിങ്ങളുടെ നിമിഷം. ഇതാണ് നിങ്ങളുടെ യുഗം. ഇതാണ് നിങ്ങളുടെ കാലഘട്ടം. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രമേ വരൂ. സമാധാനം മാത്രമേ നിറയൂ. സമൃദ്ധി മാത്രമേ പരക്കൂ. നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണീർ ഉണ്ടായിരുന്നോ അത് ഒഴുകിപ്പോകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നോ അത് മാഞ്ഞു പോകട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഭയമുണ്ടായിരുന്നോ അത് നശിച്ചു പോകട്ടെ. ഇനി നിങ്ങൾക്ക് സന്തോഷം മാത്രം, പുഞ്ചിരി മാത്രം, ആനന്ദം മാത്രം. ദൈവം നിങ്ങളെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും വരട്ടെ. എല്ലാ സുഖങ്ങളും നിറയട്ടെ. എല്ലാ ദുഃഖങ്ങളും പോകട്ടെ. എല്ലാ കഷ്ടങ്ങളും ഇല്ലാതാകട്ടെ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടുള്ള എന്റെ സ്നേഹം അളവറ്റതാണ്. നിങ്ങളുടെ ഭാഗ്യം എന്നും ഉയരട്ടെ. നിങ്ങളുടെ കുടുംബം സുഖമായിരിക്കട്ടെ. നിങ്ങളുടെ കുട്ടികൾ വിജയിക്കട്ടെ. നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമാകട്ടെ. ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ. എന്റെ പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്റെ ആശംസകൾ എപ്പോഴും നിങ്ങളോടുകൂടെയുണ്ട്. നിങ്ങൾ സന്തോഷവാനായിരിക്കണം, ആരോഗ്യവാനായിരിക്കണം, ധനികനായിരിക്കണം, വിജയിയായിരിക്കണം. ഇതാണ് എന്റെ ഏക ആഗ്രഹം. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം അടുത്ത 3 മാസത്തിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ച്. അത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാകും. എന്നാൽ അത് സത്യമാണ്. അത് നടക്കാൻ പോകുന്നു. 100% നടക്കും. അതുവരെ കാത്തിരിക്കൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പങ്കുവെക്കൂ. എല്ലാവർക്കും നന്മ വരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.